ഞാൻ ചോദിക്കട്ടെ, എനിക്ക് തന്ന പ്രസന്റിലെ ആ അരിമണിയിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ അയ്യെന്ന് എഴുതിയിട്ടുമുണ്ട്, ബാക്കി വാക്കുകളൊന്നും കണ്ടതുമില്ല. ഈ ഈ ഐ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അത് മനസ്സിലായില്ല? ഐയിൽ തുടങ്ങുന്ന ആ പോപ്പുലറായ 3 വാക്കുകൾ അറിയില്ലല്ലേ? കഷ്ടം. സത്യം എനിക്ക് മനസ്സിലായില്ല. കള്ള, എന്നെ കൊണ്ട് ബാക്കി പറയിക്കാനാണല്ലേ? ഞാൻ പറയില്ല ഐ ലവ് യു എന്ന്, തിരിച്ചങ്ങോട്ട് പറയും. ഐയിൽ തുടങ്ങുന്ന ബാക്കി വാക്കുകളാണ് ആലോചിക്കുന്നത്. ഐ ഹേറ്റ് യു എന്നായാലോ? എനിക്ക് തോന്നി അട്ടകളെ കൊണ്ട് കടുപ്പിച്ചതുകൊണ്ടായിരിക്കും ഐ ഹേറ്റ് യു എന്നായിരുന്നു. ഞാൻ ഇവിടെ തന്നെ കാത്തു നിന്നത് എന്തിനാണെന്നറിയോ? അതിന് തന്നെ, എന്നെ അട്ടയെ കൊണ്ട് കടുപ്പിക്കാൻ. അല്ല, അട്ടകൾക്കും പ്രാണികൾക്കൊക്കെ ഒരു നന്ദി പറയാനാ. അട്ടയ്ക്ക് നന്ദിയോ? എന്തിന്? എന്റെ ചോര ഒഴിച്ചാന്? അല്ല, പിന്നെ ആ അട്ടകളും പ്രാണികളും കാരണമല്ലേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഇനി പറ, ബാക്കി എന്താ ഐക്ക് ശേഷം ഫില്ല് ചെയ്യേണ്ടത്? ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ഐ ഐ പോരട്ടെ, ഐ അങ്ങനെ ഇപ്പൊ കേട്ട് സൂചിക്കേണ്ട. ഐ ലവ് യു എന്നാണോ? ആണോ? ഞാൻ പറയില്ല. I love you. I love you too. എന്തിനായിരിക്കും സരോജന ആന്റി സ്വർണ്ണമ്മയുടെ മകന്റെ കാര്യത്തിൽ എത്ര വാശി കാണിക്കുന്നത്? ബാധ്യത തീർക്കാം എന്നുള്ളതുകൊണ്ടാണോ? എന്തുപറ്റി ദേവുട്ടി? കാര്യമായ ചിന്തയിലാണല്ലോ. ഒന്നുമില്ല. ഞാൻ ഇന്നോ ഇന്നലെ അല്ലല്ലോ നിന്നെ കാണാൻ തുടങ്ങിയത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ പണ്ടേ നിനക്ക് ഇങ്ങനെ ഒരു ശീലമുണ്ട്, ഇങ്ങനെ മലയും കാടും ഒക്കെ നോക്കി നിൽക്കുക. എന്ത് കാര്യമായാലും നീ പറ, ഞാൻ നിന്റെ ഏട്ടനല്ലേ. ഇല്ല നീഷേട്ടാ, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോ മനസ്സിനൊരു ആശ്വാസം തോന്നും. അച്ഛൻ മരിച്ച പിന്നെ ഞാൻ എൻ്റെ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഉള്ളിലൊതുക്കാൻ നോക്കും. അമ്മയോട് വിളിച്ചു പറഞ്ഞാൽ അറിയാലോ, അവിടുത്തെ കഷ്ടപ്പാടുകൾക്കിടയിൽ അമ്മയും കൂടി എന്തിനാ എല്ലാം അറിയിച്ച് സങ്കടപ്പെടുത്തുന്നതെന്ന് വിചാരിക്കും. ഇവിടെ ഇങ്ങനെ താഴോട്ട് നോക്കി നിൽക്കുമ്പോ കാറ്റ് വന്നെന്നെ തലോടും. അച്ഛൻ്റെ സാന്ത്വനായിട്ടാ എനിക്കപ്പോൾ തോന്നുന്നത്. അച്ഛനെപ്പോഴും എന്നോടൊപ്പം ഉണ്ടെന്നൊരു തോന്നല് എനിക്കുണ്ടാവും. ആ ഒരു തോന്നല്ല ഞാൻ എല്ലാ പ്രശ്നങ്ങളും അതിജീവിക്കുന്നത്. അപ്പൊ സങ്കടമുണ്ടെന്ന് സമ്മതിച്ചു? ഇല്ല, സത്യമായിട്ടൊന്നുമില്ല.
എന്താ അവളോട് പറയുന്നത്? അല്ലെങ്കിലേ അവൻ അവൾക്ക് കട്ട സപ്പോർട്ട്. അതിന്റെ കൂടെ ഭദ്രന്റെ കാര്യത്തിൽ അവനെ പറഞ്ഞ് മയക്കുവാണോ അവള്? ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എന്തായി നിന്റെ തീരുമാനം? നിന്റെ അമ്മ അക്കാര്യത്തിൽ ആലോചിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവള് സമ്മതിക്കുകയും ചെയ്യും. സമ്മതിക്കാതെ എന്ത് ചെയ്യാന്? ഈ വീട്ടിലെ പ്രമാണം സ്വർണ്ണമ്മയുടെ കയ്യില്. ബാധ്യത തീർത്തില്ലെങ്കിൽ എല്ലാവരും അവൾ ഇവിടുന്ന് ഇറക്കി വിടും. മാസാമാസം പലിശ കൊടുത്തോണ്ടിരിക്കുകയല്ലേ? അങ്ങനെ തോന്നിയ പോലെ വന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടാനൊന്നും പറ്റില്ല. ഇവിടെ നിയമവും പോലീസും ഒക്കെ ഉണ്ട്. അല്ല, ഇപ്പൊ സ്വർണ്ണമ്മയ്ക്ക് എന്താ ഒരു ദേഷ്യം? അല്ലടാ, ആ സ്വർണ്ണമ്മയുടെ സകല ബാധ്യതയും ഒറ്റയടിക്ക് തീർക്കാൻ അവരിങ്ങോട്ടൊരു നിർദ്ദേശം വെച്ചു. ഞാൻ നോക്കിയപ്പോ ഒരു നല്ല കാര്യമായിട്ടാ എനിക്ക് തോന്നിയത്. അവരുടെ മോൻ ഭദ്രനെ കൊണ്ട് ദേവികയെ വിവാഹം കഴിപ്പിക്കണം. അറിയാലോ, ഇണങ്ങി നിന്ന അവര് സ്നേഹവും പണവും കൊണ്ട് മൂടും. പിണങ്ങിയ അവരെ പോലെ ദുഷ്ടര് വേറെയില്ല. ആ ഭദ്രനാണെങ്കിൽ മുന്നും പിന്നും നോക്കാത്ത പിടിവാശിക്കാരനാ. അപ്പൊ അതാണ് കാര്യം. എന്നിട്ടാണോടി ഞാൻ ചോദിച്ചപ്പോ നീ ഒന്നുമില്ലാന്ന് പറഞ്ഞേ? അമ്മ എന്തറിഞ്ഞിട്ടാ ദേവൂട്ടിയെ നിർബന്ധിക്കുന്നേ? വിവാഹ കാര്യത്തില് അവൾക്ക് അവളുടേതായ ഇഷ്ടങ്ങൾ കാണില്ലേ? മാത്രമല്ല, ഭദ്രൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാ. അവനില്ലാത്ത സ്വഭാവ ദൂഷ്യങ്ങളൊന്നുമില്ല. മിക്കപ്പോഴും ജയിലിലോ പോലീസ് സ്റ്റേഷനിലാണോ അവന്റെ ഉറക്കം പോലും. ഒരു കാരണവശാലും ദേവൂട്ടിയെ പോലെ ഒരു പാവം പെണ്ണുമായി ഭദ്രൻ ഒരു ചേർച്ചയുമില്ല. ഞാൻ എന്തായാലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. എന്റെ പേരിൽ അനീഷേട്ടൻ വെറുതെ അമ്മയോട് വഴക്കിടണ്ട. ചേട്ടൻ ചോദിച്ചപ്പോ ഞാനത് പറയാതിരുന്നത് പോലും അതുകൊണ്ടാ. അമ്മ ഈ കാണിക്കുന്നത് ശരിയായ കാര്യമല്ല, ക്രൂരതയാണ്. പാവാണെന്ന് കരുതി അവളെ എന്തു അടിച്ചേൽപ്പിക്കാന്ന് അമ്മ കരുതരുത്, പ്രത്യേകിച്ച് കല്യാണ കാര്യത്തില്. ഇക്കാര്യത്തിലെ നിന്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. ഞാനൊരു കാര്യം തീരുമാനിച്ച എങ്ങനെയായാലും അത് നടപ്പിലാക്കാൻ എനിക്കറിയാം. ഇക്കാര്യത്തിൽ അത് നടപ്പില്ല. ദേവിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? ചീട്ടും കളിച്ച് തേരാപാര നടന്ന് കുടുംബത്തെ മറന്ന് ജീവിക്കുന്ന നിനക്കൊക്കെ ഇതിലിടപെടാൻ ഒരു അവകാശവും ഇല്ല. അമ്മേ, കഷ്ടമുണ്ട് അമ്മേ. അമ്മയ്ക്ക് എങ്ങനെ ഇത്രയ്ക്ക് മനുഷ്യ പറ്റില്ലാതെ പെരുമാറാൻ തോന്നുന്നു? ദേ, നിങ്ങളുടെ മോൾക്കാണ് ഇങ്ങനെ ഒരു ആലോചന വന്നാ നിങ്ങൾ സമ്മതിക്കോ? അതിന് ഭദ്രന് ഇഷ്ടപ്പെട്ടത് ദേവികയല്ലേ? ഈ ലോകത്തെ ഏറ്റവും വലുത് പണം തന്നെയാ. ഭദ്രനുമായി അവളുടെ വിവാഹം നടന്ന അവൾക്ക് മാത്രമല്ല അതിന്റെ പ്രയോജനം. ഈ വീട് മൊത്തത്തിലാ രക്ഷപ്പെടാൻ പോകുന്നത്. അമ്മ വെറുതെ മനക്കോട്ട കേട്ടണ്ട. ഇനി ദേവിക സമ്മതിച്ചാൽ പോലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല, തീർച്ച. എടാ മോനെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ദേ, ഇക്കാര്യത്തിൽ ഇനി അമ്മ ഒന്നും പറയണ്ട. അമ്മയുടെ മോഹം നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ചേടാ, ഈ ചെക്കൻ എന്റെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞതാണോ? ഇതെന്തൊരു ചെക്കനാ ഇത്? എന്റെ ഒരു നല്ല ഗുണം പോലും ഇവന് കിട്ടിയിട്ടില്ലല്ലോ. മനുഷ്യനായ കുറച്ച് കുശുമ്പും കുഞ്ഞായ്മയും ആർത്തിയും ഒക്കെ വേണം. എന്നാലല്ലേ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റൂ. ഇവനൊക്കെ നല്ല കുട്ടിയല്ലേ, ഈ മരുന്ന് കുടിക്കും. ഈ മരുന്ന് കുടിക്കും. എനിക്ക് വേണ്ട അമ്മ, ഭയങ്കര കയ്പാ. കയ്പ് മാറാനേ അച്ഛൻ ചോക്ലേറ്റ് മേടിച്ചു വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് വേണ്ടേ? ആ, എന്നാ ഈ മരുന്ന് കുടിച്ചേ പറ്റൂ. എനിക്ക് കൊഞ്ചിക്കൽ കാണുമ്പോഴാ കാലിന്റെ പെരുവെല്ലിൽ നിന്ന് അരിച്ചു കയറുന്നത്. കഥകളി കളിക്കേണ്ട അവന്റെ തൊള്ളയിലോട്ട് ഒഴിച്ചു കൊടറാം മാങ്ങാ തൊടിയ. അതൊക്കെ അവർ കേൾക്കും. പിന്നെന്താ പറയേണ്ടത്? ദിവസവും ഇത് തന്നെയല്ലേ കണ്ടോണ്ടിരിക്കുന്നത്. കയ്പാ അമ്മ. ആ, ചോക്ലേറ്റ് വേണമെങ്കിൽ മരുന്ന് കുടിച്ചേ പറ്റൂ. കുടിക്കണോ? ആ, വേണം വേണം. ശരി.
ഈ മരുന്ന് കുടിച്ച് തീരുമ്പോഴേക്കും അവന്റെ പേര് പോലും അവൻ മറന്നുപോകും. അവര് കണ്ട നീ കയറ്, നടക്ക. അച്ഛനിപ്പോ എവിടെയാ? വീട്ടിൽ തന്നെ ഇല്ലേ? ഞാൻ പിന്നെ എവിടെ പോവാനാ? അമ്പലത്തിലും പെൻഷൻ കാര്യത്തിലും അല്ലാതെ വേറെ എങ്ങും പോവാറില്ല. അച്ഛൻ വീട്ടിലുണ്ടായിട്ടാണോ സുലോചന ചേച്ചി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എന്നെ വിളിച്ചിരുന്നു. ആ സ്വർണ്ണമ്മ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അച്ഛൻ അറിഞ്ഞില്ലേ? അവരുടെ മോനില്ലേ ആ ഭദ്രൻ, ആ റൗഡിയെ കൊണ്ട് ദേവുട്ടി കല്യാണം കഴിപ്പിക്കണമെന്ന്. അവൾ ആകെ വിഷമത്തില. അച്ഛൻ അവളെ ഒന്ന് സമാധാനിപ്പിക്കണം. അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കല്യാണാലോചനയും നടത്തില്ലെന്ന് തീർത്ത് പറയണം. അവൾ അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. ദേവിയോടും അക്കാര്യം പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. സുലോചനയുടെ സ്വഭാവം നിനക്കറിയാവല്ലോ. കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കാണ്ട് അവളുടെ ലക്ഷ്യം. മോള് വിഷമിക്കാതെ അവളെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. ഒന്നാമത് അവൾ കല്യാണപ്രായമായി നിൽക്കുന്നു. അവൾക്കൊരു നല്ല ബന്ധം കിട്ടണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കല്യാണാലോചനയെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല. എത്രയും പെട്ടെന്ന് ആ സ്വർണ്ണമ്മയുടെ ബാധ്യതകൾ തീർക്കണം. ഇവിടെ ഞാനൊരു ചിട്ടിക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു നല്ല പയ്യനെ കണ്ടുപിടിച്ച് ദേവികയുടെ കാര്യം ആലോചിക്കണം. എനിക്കതിന് കുറച്ച് സമയം വേണം അച്ഛാ. അച്ഛൻ അവിടെയുള്ളതാ എന്റെ ഏക ആശ്വാസം. ഒരുപാട് സഹിക്കുന്നുണ്ട് എന്റെ കുട്ടി. ഇളയവളെ പോലെ മനക്കെട്ടി തീരെയില്ല അവൾക്ക്. അച്ഛൻ ഇപ്പൊ തന്നെ അവളെ കണ്ട് വിഷമിക്കണ്ടെന്ന് പറയണം. അങ്ങനെ സുലോചന മാത്രം തീരുമാനിച്ചാ കാര്യങ്ങൾ നടക്കില്ല. അച്ഛൻ സമ്മതിക്കില്ല എന്ന് തീർത്ത് പറഞ്ഞേക്കണം. നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ അങ്ങനെയല്ലേ ചെയ്യൂ. സുലോചനയുടെ ഒരു പിത്തലാട്ടവും ഈ കാര്യത്തിൽ നടക്കാൻ പോകുന്നില്ല. നീ അവിടുന്ന് സമാധാനമായിട്ടിരിക്കും കേട്ടോ. ചേച്ചി ഇതൊന്ന് കേൾക്ക. പറഞ്ഞോ, കേട്ടോണ്ടിരിക്കല്ലേ. ആ അട്ട കടിച്ച അതേ സ്ഥലത്ത് വന്നിട്ട് പറയുക ഈ സ്ഥലം ഓർമ്മയുണ്ടോന്ന്. ഞാൻ അങ്ങനെ മറക്കൂന്ന് തിരിച്ചു ചോദിച്ചു. ഒരു ചെറുപ്പക്കാരന്റെ ബെയർ ബോഡി ആദ്യമായിട്ട് കണ്ടത് ഇവിടെ വെച്ചല്ലേ എന്ന് ചോദിച്ചപ്പോ ഋഷി സാറിന്റെ നാണം ഒന്ന് കാണണമായിരുന്നു. സാധാരണ പെണ്ണുങ്ങൾക്കാ നാണം വരുന്നത്. ലജ്ജ സുന്ദരിമാർക്ക് അലങ്കാരമാണെന്ന് പറയും. സത്യം പറയല്ലോ ചേച്ചി, ഈ സുന്ദരനും ലജ്ജ ഒരു അലങ്കാരമായിരുന്നു. ആ മുത്തശ്ശ, പിന്നെ മാത്രമല്ല ആ ഭദ്രന്റെ കാര്യം നിങ്ങളുടെ അമ്മയും വിളിച്ച് പറഞ്ഞിരിക്കുക സുലോചന. ഓ അത് ഞാൻ കേട്ടതാ അവരമ്മയോട് പറയുന്നത്. അത് എന്റെ ഫോണില് ഞാൻ വിട്ടുകൊടുക്കോ? അമ്മ ഡ്യൂട്ടിയിലാ, സംസാരിച്ചത് മതിയെന്ന് പറഞ്ഞ് ഞാൻ ഫോണിങ് മേടിച്ചു. പക്ഷെ അവര് പറഞ്ഞത് മൊത്തവും ഞാൻ വ്യക്തമായിട്ട് കേട്ടില്ല. ഭദ്രന്റെ എന്ത് കാര്യ പറഞ്ഞത്? ആ ഭദ്രനെ എന്നെ കല്യാണം കഴിക്കണം പോലും. നമ്മുടെ സകല ബാധ്യതകളും എഴുതി തള്ളാമെന്ന്. വല്ല കള്ളനെന്നും മാടിയും ചോദിച്ചാ അങ്ങനെ വിട്ടുകൊടുക്കില്ല ഇവിടെ. മുത്തശ്ശന്റെ ചക്കരക്കുട്ടിക്ക് നല്ല ഉത്തമനായ ഒരാൾക്കല്ലാതെ കൊടുക്കുവോ? സുന്ദരനും സൽസ്വഭാവിയും കുടുംബമഹിമയുമുള്ള ഒരു ഉത്തമ പുരുഷ കേസരിയെ തന്നെ എന്റെ മോക്ക് കിട്ടും. ഇവക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരുതിനെ പിടിച്ചു കൊടുക്കുക. അത് നമ്മൾ കണ്ടുപിടിച്ചു കൊടുക്കേണ്ടി വരുമൊന്നും ഇല്ല മുത്തശ്ശ. അവള് തന്നെ കണ്ടുപിടിച്ചോളെന്ന് എനിക്ക് തോന്നുന്നത്. ചേച്ചി എനിക്ക് പാറ വെച്ചോണ്ടല്ലോ. ചേച്ചിയുടെ സ്ഥാനത്ത് ഞാൻ വല്ലതായിരുന്നെങ്കിലേ ആ സുലോചന തള്ളയുടെ മൂക്കിനിട്ടൊന്ന് കൊടുത്തേനെ. ഇപ്പൊ തന്നെ ഞാൻ രണ്ട് പറഞ്ഞിട്ട് വരാം. ചേച്ചി ഇങ്ങനെ അയ്യോ പാവമായിട്ടിരുന്നാലേ ആരായാലും മെക്കിട്ട് കയറും. ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. നീ ചോദിക്കണ്ട, അതിനല്ലേ കാരണവരായ ഞാനിവിടെ ഉള്ളത്. വാ ചേച്ചി, നമുക്കേ മുത്തശ്ശൻ പറയുമ്പോ ആ ഡോഗിനെ തള്ള എന്ത് പറയുന്നു നോക്കാം. വാ ഗോപു. ഞാനില്ല. സുലോചനെ, എടീ സുലോചനെ. എന്താ അച്ഛാ? ഗോപു, നീ എന്ത് ഭാവിച്ച ദേവികയുടെ കാര്യത്തിൽ സുലോചനയ്ക്ക് വാക്കുകൊടുത്തത്? ഭദ്രന്റെ സ്വഭാവത്തെക്കുറിച്ച് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതല്ലേ?
കണ്ടവനോട് തല്ലും കൂടി കള്ളും കുടിച്ച് നടക്കുന്നവന് എന്റെ കുഞ്ഞിനെ പിടിച്ചു കൊടുക്കാമെന്ന് വാക്ക് കൊടുക്കാൻ നിനക്ക് ആരാ അധികാരം തന്നത്? ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. എന്റെ മോൻ പോയി, പക്ഷെ അവന്റെ സ്ഥാനത്ത് നിന്ന് അവളുടെ കാര്യങ്ങൾ നടത്താൻ ഇവിടെ ഞാനുണ്ട്. നിനക്ക് വേണമെങ്കിൽ നിന്റെ മോളെ അവനെ നടതള്ളി കൊടുക്കാം. അല്ലാതെ ദേവികയുടെ കാര്യത്തിൽ നീ തീരുമാനമൊന്നും പറയണ്ട, കേട്ടല്ലോ. ഒന്നാമത് മകളുടെ കാര്യത്തിൽ ആശങ്കപ്പെട്ട് അന്യനാട്ടിൽ നിൽക്കുന്ന ശ്രീകലയുടെ അവസ്ഥ നീ ഓർക്കണം. അല്ലാതെ തന്നെ അവൾക്ക് ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ട്. അവളോട് വിളിച്ച് പറഞ്ഞിരിക്കുന്നു. അതിനച്ഛൻ ഇത്രയും ചാടേണ്ട കാര്യമൊന്നുമില്ല. സ്വർണ്ണമ്മ അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞു. വലിയൊരു കടബാധ്യതയിൽ നിന്നും ഈ കുടുംബം രക്ഷപ്പെടുന്ന കാര്യമല്ലേ, അത് നല്ലതിനു വേണ്ടിയാണെന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ അത് വലിയ തെറ്റായെന്ന് അച്ഛന് തോന്നിയെങ്കിൽ ഞാൻ ഇവളുടെ കാര്യത്തിൽ ഇനി ഇടപെടുന്നില്ല. ഞാൻ എന്റെ സ്വന്തം മകളായിട്ട് ഇവളെ കണ്ടിട്ടുള്ളൂ. ഇവൾക്ക് നല്ലത് വരണമെന്നേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അയ്യോ ആന്റി, അങ്ങനെയല്ല. ആ ഭദ്രന്റെ സ്വഭാവം നാട്ടിൽ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരാളുടെ കൂടെ അത് വേണമെന്ന് മുത്തശ്ശൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. അതിന് മാപ്പ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മ എന്തിനാ ഇങ്ങനെ നാണം കെട്ട് എല്ലാരോടും മാപ്പ് ചോദിക്കാൻ നടക്കുന്നേ? മാപ്പ് ചോദിപ്പിക്കുകയല്ല വേണ്ടത്. ദേവികയ്ക്ക് പകരം ഇവളെ ആ ഭദ്രനെ പിടിച്ചു കൊടുക്കാൻ വേണ്ടത്. ഇവളാവുമ്പോ അവന് നന്നായിട്ട് ചേരും. അനീഷേട്ടാ, വഴക്ക് വേണ്ട. ദേവികെ, നീ ഇത്ര പാവമായി പോയല്ലോ. ഇത് കല്യാണക്കാരിയല്ലേ? ഇതില് തീരുമാനം പറയാനുള്ള എല്ലാ അവകാശവും പെണ്ണിനുണ്ട്. ഡി മഞ്ജു, നീ നിന്റെ കാര്യം നോക്കിയാ മതി. നിനക്കും കിട്ടിയല്ലോ ചീട്ടും കളിച്ച് തേരാപ്പാരാ നടക്കുന്ന ഒരുത്തനെ. ആദ്യം ഇവനെ മര്യാദക്കാരനാക്കാൻ നോക്ക്. അവൾ അഭിപ്രായം പറയാൻ വന്നേക്കുന്നു. സിദ്ധുവിന്റെ കരച്ചിലല്ലേ കേൾക്കുന്നേ? നീ വാ, പോയി നോക്കാം. സിദ്ധു എന്തായി കാണിക്കുന്ന? സിദ്ധു മോനെ വെറുതെ ഒന്നുമില്ല. നമ്മുടെ ഒറ്റമൂലി അതിന്റെ പണി തുടങ്ങിയെന്നാ തോന്നുന്നത്. പണി തുടങ്ങി. നീ ആ വൈദ്യം തന്ന മരുന്നിങ്ങെടുക്ക് വേഗം. വെള്ളം വെച്ചാ കൊടുക്കാൻ തന്നില്ലേ, അതിങ്ങെടുക്ക് വേഗം എടുക്ക്. കേട്ടൻ എന്തെങ്കിലും പറ്റിയോ? നിന്നോട് മരുന്നെടുക്കാനല്ലേ പറഞ്ഞത്, വേഗം എടുക്ക്. എടുത്തോണ്ട് വാ, ചെല്ല് വേഗം. സിദ്ധു വേണ്ട. സിദ്ധു മോനെ, മോനെ എന്തായി കാണിക്കുന്നേ? മോനെ പറയുന്ന കേക്ക്. സിദ്ധു അയ്യോ മോനെ, സിദ്ധു മോനെ, മോനെ സിദ്ധു മരുന്നുകൊണ്ട് വാ വേഗം. സിദ്ധു നീ അതും പറഞ്ഞുകൊണ്ടിരിക്കുക, നീ അങ്ങോട്ട് ചെല്ല്, പോ ചെല്ല്, പോ. അയ്യോ
സിദ്ധു! അയ്യോ സിദ്ധുന് എന്താ പറ്റിയത്? മരുന്നെവിടെ? മായ, നീ ആ മരുന്നും കിടത്തേ. ഞാൻ പിടിവിട്ട ഇവനെ ഏട്ടനെ ഉപദ്രവിക്കും. സിദ്ധു, നീ അതിങ്ങ് എടുത്തേ. മയേട്ടാ, അവനെ പിടിച്ചേ. സിദ്ധു, വാ തുറക്ക്. സിദ്ധു, വാ തുറക്ക്. ശ്ശോ, അവൻ തുപ്പിക്കളഞ്ഞല്ലോ. ഒന്നിനെ പിടിക്കും മഹേട്ടാ. സിദ്ധു, സിദ്ധു, തുറക്ക്. സിദ്ധു, 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 എന്താ എന്താ എടുത്തി എന്താ പറ്റി? എന്താ പറ്റിയത്? നേരത്തെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. പിടിക്കേട്ടാ, അവനത് കട്ടിലെ പിടിച്ച് കിടത്താം. മോനെ പിടിക്കേ. ചേട്ടാ സൂക്ഷിച്ച്. ഈ അഷ്ടവൈദ്യ മടമെന്നൊക്കെ വെറുതെ പേരേ ഉള്ളൂന്നാ തോന്നുന്നത്. എന്താ അവർ ഈ കലക്കി കൊടുത്തേന്നൊക്കെ ആർക്കറിയാം?